അതോടൊപ്പം UDF ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ആത്മവഞ്ചനയും ജനവഞ്ചനയും ഉണ്ട്. UDF തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും PM ശ്രീ നടപ്പിലാക്കില്ല എന്നും അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അത് ചവറ്റുകുട്ടയിലും അറബിക്കടലിലും ഒക്കെ വലിച്ചെറിയുമെന്ന് പറഞ്ഞ ആളുകൾ മന്ത്രിസഭയിൽ മന്ത്രിയായും മുഖ്യമന്ത്രിയായും ഒക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് PM ശ്രീ നടപ്പിലാക്കാൻ അവർ വെമ്പൽ കൊള്ളുന്നത്. ഇന്നിപ്പോൾ UDFൽ ധാരണയായിട്ടുള്ളത്. അതുകൊണ്ട് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനമെടുത്തു. അത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി P. സഞ്ജീവ് നമുക്കൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് UDF ഇത്തരമൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്താണ് ഒപ്പിട്ടെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. SFI അന്നും ഇന്നും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഈ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് തന്നെയാണ്. കാരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ്. അതിനർത്ഥം സംഘപരിവാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് വായിക്കേണ്ടതായി വരും. അപ്പോൾ ഒരു കാരണവശാലും PM ശ്രീയുമായി സർക്കാർ മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. കാരണം ഈ വരുന്ന മാർച്ചിൽ അത് അവസാനിക്കുകയാണ്, അതിൻ്റെ കാലാവധി അവസാനിക്കുന്നു. അതോടൊപ്പം ബ്ലോക്കിലെ 2 സ്കൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാത്രമല്ല ഈ പദ്ധതിയുടെ 40% സർക്കാർ നൽകേണ്ടതാണ്. എന്നാൽ തരുന്നത് 2 കോടിയാണ് ഈ ഉൾപ്പെടെ കേന്ദ്രം നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 കോടി രൂപ ബ്ലോക്കിലെ സ്കൂളുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യം, ആ അടിസ്ഥാന സൗകര്യം കേരളം എന്നേ നേടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ, ഈ കേവല കാരണത്തിൻ്റെ പേരിലും അതോടൊപ്പം ഒപ്പിട്ടു എന്നതിൻ്റെ പേരിൽ മുൻ സർക്കാർ ഒപ്പിട്ടു എന്നതിൻ്റെ പേരിലാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറയുന്നതും ശരിയല്ല എന്നുള്ളതാണ്. കാരണം ആ സർക്കാർ തന്നെ അത് ക്യാപ്റ്റൻ അബയൻസിൽ വെക്കുകയും ഇപ്പം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഫ്രീസ് ചെയ്യുകയും ചെയ്ത ഒരു MOU ആണ്. ആ MOUമായി മുന്നോട്ട് പോകേണ്ട യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല. അത് ഫ്രീസ് ചെയ്യപ്പെട്ട ഒരു MOUയെ പിന്നെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് UDF അത് നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് വരിക. അതോടൊപ്പം UDF ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ആത്മവഞ്ചനയും ജനവഞ്ചനയും ഉണ്ട്. UDF തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും PM ശ്രീ നടപ്പിലാക്കില്ല എന്നും അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അത് ചവറ്റുകുട്ടയിലും അറബിക്കടലിലും ഒക്കെ വലിച്ചെറിയുമെന്ന് പറഞ്ഞ ആളുകൾ മന്ത്രിസഭയിൽ മന്ത്രിയായും മുഖ്യമന്ത്രിയായും ഒക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് PM ശ്രീ നടപ്പിലാക്കാൻ അവർ വെമ്പൽ കൊള്ളുന്നത്. ഇന്നിപ്പോൾ UDFൽ ധാരണയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതൊരു വഞ്ചനാപരമായ നിലപാടാണ്. സംഘപരിവാറിനെ സഹായിക്കുന്ന നിലപാടായി തന്നെ നമുക്കിതിനെ വായിക്കാൻ വേണ്ടി കഴിയണം. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ശക്തമായ പ്രതിഷേധം SFI രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമായി UDF സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും SFI ഇതിനെ പ്രതിരോധിക്കുന്നത്? സംസ്ഥാനത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഈ സമരം ഞങ്ങൾ ഏറ്റെടുക്കും. തീർച്ചയായും ജെൻസി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർഗീയത എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അത് നാളെ അവരുടെ പാഠപുസ്തകങ്ങളിൽ വരിക എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പാഠപുസ്തകം പിന്നീട് തീരുമാനിക്കാനുള്ള അധികാരം PM ശ്രീയിൽ ഒപ്പിടുന്നത് വഴി കേവലം സ്കൂളുകളുടെ പേര് മാത്രമല്ല മാറുന്നത്, സിലബസ് മാറും. സിലബസ് മാറുക എന്നതിനർത്ഥം സിലബസ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് NCERT ആണ്. NCERT എന്ന് നയിക്കുന്നത് RSS ആണ്. അപ്പോൾ NCERT അയച്ചു കൊടുക്കുന്ന സിലബസ് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടതായി വരും. അപ്പോൾ NCERT സിലബസിൽ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് അല്ലെങ്കിൽ ഗാന്ധി മരിച്ചത് എങ്ങനെയാണ് എന്ന് MCQ ടൈപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ തന്നെ സംഘപരിവാറിനെ ബോധപൂർവം വെളുപ്പിച്ചെടുക്കാനും ഈ ചരിത്രത്തിൻ്റെ ഒരു നിഷേധവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആവട്ടെ, രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള എഡ്യൂക്കേഷൻ ബോഡികളാവട്ടെ, CBSE ആവട്ടെ, NTA ആവട്ടെ, ഇതൊക്കെ കരിനിഴലിലാണ്. വിദ്യാർത്ഥികൾക്കോ ജനങ്ങൾക്കോ ആശ്രയിക്കാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, നമുക്ക് SCERT ഇവിടെ ഉണ്ട്. ആ SCERT ഫ്രെയിം ചെയ്യുന്ന സിലബസിനെ അട്ടിമറിച്ചുകൊണ്ട് RSS ഒരു സിലബസ് ഇവിടെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മതനിരപേക്ഷത ഉണ്ടാവില്ല, ജനാധിപത്യം ഉണ്ടാവില്ല, ഇന്ത്യ എന്ന സങ്കല്പം ഉണ്ടാവില്ല. അപ്പോൾ കേരളം മുന്നോട്ട് വെച്ച എല്ലാ മതനിരപേക്ഷ ബോധത്തെയും അത് റദ്ദ് ചെയ്യും. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളൊക്കെയും അണിനിരന്നുകൊണ്ട് PM ശ്രീയെ ചെറുക്കും. അതിന് SFI നേതൃത്വം കൊടുക്കും. അപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇടതു സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ്, അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല, പിന്തിരിയാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് ഇപ്പോൾ UDF പറയുന്നത്. ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ്. ഇതൊക്കെ വാദത്തിന് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇത് ഒപ്പിട്ട് കഴിഞ്ഞ് 10 ദിവസത്തിനകമാണ് അങ്ങോട്ടേക്ക് അന്നത്തെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഡയറക്ടർ, നമ്മൾ സെക്രട്ടറി അങ്ങോട്ടേക്ക്
അവിടുത്തെ സെൻട്രൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് ഒരു മെയിൽ അയക്കുന്നത്, ഒരു സർക്കാരിൻ്റെ തീരുമാനം അയക്കുന്നത്, ക്യാപ്റ്റൻ അബേൻസ് വെക്കാൻ. അതോടൊപ്പം ഒരു സബ് കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു. അതിനുശേഷം ഈ സബ് കമ്മിറ്റിയുടെ കൂടി ആലോചനയുടെ ഭാഗമായി PM ശ്രീ സ്റ്റേറ്റ് നടപ്പിലാക്കുന്നില്ല ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞു. ഈ പറഞ്ഞ ജബി മേത്തറുടെ ചോദ്യത്തിന് ഉത്തരമായിരുന്നു ആ ഉത്തരം വന്നിരുന്നത്, PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. അതോടൊപ്പം VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ഒരു കാര്യം കൂടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒരു കത്ത് ഇങ്ങോട്ടേക്ക് അയച്ചു, PM ശ്രീ ഉടനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? PM ശ്രീ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ PM ശ്രീ നടപ്പിലാക്കപ്പെടാത്ത ഒരു സ്റ്റേറ്റിൽ ഈ വാദവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇപ്പോൾ അതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കുക, അത് നടപ്പിലാക്കാനുള്ള തീരുമാനം ഉണ്ടാവുക, PM ശ്രീ സ്കൂളുകളുടെ പേര് മാറ്റുക, സിലബസ് മാറുക, പെയിൻ്റ് അടിക്കുക, ഈ വിഷയങ്ങളിലേക്കൊക്കെ എത്തുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സിലബസിലൂടെ മാറി സംഘപരിവാർ വൽക്കരണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല RSSന് കൈക്കലാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറിലൂടെ അത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും UDF നിശബ്ദമായി അതിനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MG സർവകലാശാലയുടെ VC ഒക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളയിലും ഒക്കെ കേരളത്തിലെമ്പാടുമുള്ള സകലമാന VCകളും ആ നിലയിൽ ഇടപെടുന്നു. അപ്പോൾ അതേ അവസ്ഥ എന്തിനാണ് നമ്മൾ വിളിച്ചുകൊണ്ടൊന്ന് പൊതുവിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നത്? അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് വൻതോതിലുള്ള പ്രശ്നമാണ്. അതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും അത് ശരിയല്ല. ഈ പറയുന്ന വാദങ്ങളൊക്കെയും തെറ്റായ വാദങ്ങളാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും പൊതുവിൽ തന്നെ നമുക്ക് ഒരു കേവല ബുദ്ധിയുള്ള കോമൺ സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാനത്തെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് UDF നടപ്പിലാക്കുന്നതെന്നാണ് SFI ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ക്യാമറമാൻ S. സനോഷിനൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.